Twins News. നമസ്കാരം, ബ്രില്യന്റ് എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ആദ്യം. നീറ്റ് 2025 ഓഫ്ലൈൻ മോഡിൽ NEET.NTA.NIC.in എന്ന വെബ്സൈറ്റ് പ്രകാരം ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2024 വരെ നടന്നതുപോലെ തന്നെ ഒരൊറ്റ ദിവസം ഒരൊറ്റ ഓഫ്ലൈൻ OMR അനുസരിച്ച് ചെയ്യുന്ന പരീക്ഷയായിരിക്കും നീറ്റ് 2025. 2024 ആരോപണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഓൺലൈൻ മോഡിലേക്ക് മാറ്റുമെന്നുള്ള വാർത്തകളെയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു സിംഗിൾ ഡേയിൽ ഓഫ്ലൈനായിട്ട് OMR ഉപയോഗിച്ച് കഴിഞ്ഞ വർഷം വരെ നടന്ന അതേ രീതിയിൽ നീറ്റ് 2025 നടക്കുന്നത്. ഇനി ഇതിനകത്ത് പ്രഖ്യാപിക്കാത്ത കാര്യം എന്നായിരിക്കും നീറ്റ് എക്സാം നടക്കുന്നത്. നമുക്കറിയാം, എല്ലാ വർഷവും മെയ് ആദ്യത്തെ ഞായറാഴ്ച, അതായത് മെയ് 4-നാണോ നീറ്റ് 2025 നടക്കുന്നതെന്നുള്ളത് ഈ നോട്ടിഫിക്കേഷനിൽ വ്യക്തമല്ല. പക്ഷേ ഏറ്റവും പുതിയ വിദ്യാർത്ഥികൾക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നീറ്റ് 2025 ഓഫ്ലൈനായിട്ട് OMR ഷീറ്റിൽ ഒരൊറ്റ ദിവസം രാജ്യത്തെ 25 ലക്ഷം വിദ്യാർത്ഥികളും നീറ്റ് 2025 എഴുതും എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേഷനാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. JEE Main 2025 ആദ്യ സെഷൻ ബിടെക് എക്സാം ജനുവരി 22 മുതൽ 29 വരെ. അഡ്മിറ്റ് കാർഡുകൾ 19 മുതൽ. നീറ്റ് 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫെബ്രുവരി ആദ്യവാരം. ആധാർ അപ്ഡേറ്റ് നിർബന്ധം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിസർച്ച് NISER എൻട്രൻസ് എക്സാം ജൂൺ 22-ന്. ക്യുസാറ്റ് CAT 2025 ഓൺലൈൻ രജിസ്ട്രേഷൻ ഈ ആഴ്ച ആരംഭിക്കും. പരീക്ഷ മെയ് ആദ്യവാരം. NIT, IIIT പ്രവേശനത്തിനും IIT പ്രവേശനത്തിനുമുള്ള യോഗ്യതയും തീരുമാനിക്കുന്ന JEE Main ഓൺലൈൻ എൻട്രൻസ് എക്സാം ജനുവരി 22-ന് ആരംഭിക്കുന്നു. JEE.NTA.NIC.in എന്ന വെബ്സൈറ്റിൽ നിന്നും അഡ്മിറ്റ് കാർഡുകൾ ജനുവരി 19 മുതൽ ഡൗൺലോഡ് ചെയ്യാം. JEE Main അഡ്മിറ്റ് കാർഡ്, വാലിഡ് ID പ്രൂഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബോൾ പോയിന്റ് പെൻ എന്നിവ പരീക്ഷയ്ക്കായി എക്സാം ഹാളിൽ കുട്ടികൾ കയ്യിൽ കരുതണം. ആദ്യ സെഷന് കുട്ടികൾക്ക് ലഭിച്ച പെർസെന്റൈൽ സ്കോർ ഫെബ്രുവരി 12-ന് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഏപ്രിൽ 1 മുതലുള്ള JEE Main രണ്ടാമത്തെ സെഷന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ജനുവരി 31-ന് ആരംഭിക്കും. നീറ്റ് 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫെബ്രുവരി ആദ്യ ആഴ്ച NEET.NTA.NIC.in എന്ന വെബ്സൈറ്റിൽ ആരംഭിക്കും. ആധാർ കാർഡ് നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യുന്നത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിനും പരീക്ഷ എഴുതുന്നതിനും കൂടുതൽ ഉപകാരപ്രദമാകുമെന്നും NTA അറിയിച്ചു. ആധാർ നമ്പർ, ആധാർ ID, ഡിജി ലോക്കർ ID, പാൻ നമ്പർ, പാസ്പോർട്ട് നമ്പർ എന്നീ ഏതെങ്കിലും ഒരു ID നമ്പർ ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ഫിംഗർ ഇംപ്രഷൻ, ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. പകരം അഡ്മിഷൻ സമയത്ത് കോളേജുകളിൽ പ്രസന്റ് ചെയ്താൽ മതിയാവും. ഇന്ത്യൻ ആറ്റമിക് എനർജി വിഭാഗത്തിന് കീഴിലുള്ള സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അഥവാ NISER. NISERന്റെ വിവിധ ക്യാമ്പസുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു റിപ്പോർട്ട് കാണാം. NISER ഭുവനേശ്വർ, മുംബൈ ക്യാമ്പസുകളിൽ ബേസിക് സയൻസ് അല്ലെങ്കിൽ പ്യുവർ സയൻസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും പഠിക്കുവാനുള്ള അവസരമാണ് NISER നെസ്റ്റ് 2025 ലഭിക്കുന്നത്. ആകെ 200 സീറ്റുകൾ NISER ഭുവനേശ്വർ ക്യാമ്പസിലും 57 സീറ്റുകൾ മുംബൈ ക്യാമ്പസിലും ഉണ്ടായിരിക്കും. nestexam.in എന്ന വെബ്സൈറ്റ് വഴി മെയ് മാസത്തിൽ ഓൺലൈനായി അപേക്ഷിക്കുവാനും ജൂൺ 22-ന് നെസ്റ്റ് എക്സാം എഴുതുവാനും സാധിക്കും. 2023-2024 ബോർഡ് എക്സാം എഴുതിയവർക്കും 2025 എക്സാം എഴുതുന്നവർക്കും പ്രവേശനത്തിന് യോഗ്യതയുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി വിഷയങ്ങളിലായിരിക്കും ഓൺലൈൻ എൻട്രൻസ് എക്സാം. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന 3 വിഷയങ്ങളായിരിക്കും റാങ്ക് നിർണ്ണയിക്കുന്നതിൽ പരിഗണിക്കുക. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവും. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ കീഴിലുള്ള കൊച്ചിയിലെയും ആലപ്പുഴയിലെയും എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള ക്യുസാറ്റ് ഓൺലൈൻ എൻട്രൻസ് എക്സാമിനുള്ള ആപ്ലിക്കേഷൻ ജനുവരി 17-ന് ആരംഭിക്കും. പരീക്ഷ മെയ് ആദ്യവാരമായിരിക്കും. വെബ്സൈറ്റ് admissions.cusat.ac.in. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി.